ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈറ്റ് ആൻഡ് ചാറ്റ് വിത്ത് അഞ്ച്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ നോമ്പ് മാംഗ്ലൂരിലാണ് കേട്ടോ. അപ്പം തൃശ്ശൂരിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്നത് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തലേ ദിവസമാണ് ഞങ്ങൾ മാംഗ്ലൂരിൽ പോയത്. അപ്പോൾ രാത്രിയുള്ളൊരു ഡ്രൈവാണ് കേട്ടോ. ഏകദേശം ഇത് കോഴിക്കോടൊക്കെ ആയി. എന്നിട്ട് നമുക്ക് നേരെ പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ നോമ്പിന് നമുക്ക് രാവിലെ ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ ഒരു ഹോട്ടൽ എടുത്തു. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. കണ്ണൂർ ടൗണിനുള്ളിൽ തന്നെയാണ് കിട്ടിയിരുന്നത് റൂം. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കാണ് ഞങ്ങൾ നേരെ മാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചത്. കണ്ണൂർ ടു മാംഗ്ലൂർ ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. പോകുന്ന റോഡൊക്കെ നല്ല രസമാണ് ഈ കാഴ്ചകൾ കാണാൻ. ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല, വ്ളോഗ് ചെയ്യാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ആ റോഡ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നതാണ്. അങ്ങനെ ഏകദേശം കാസർഗോഡൊക്കെ എത്തിയപ്പോൾ ആദ്യത്തെ നോമ്പല്ലേ, നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് അവിടെ നിറച്ചും സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കണം ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പലതും ഇതിൽ നോൺ വെജ് ആണ് കേട്ടോ. പക്ഷേ അധികം റേറ്റും ഇല്ല. കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത കേൾക്കാത്ത കുറേ സംഭവങ്ങൾ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഏകദേശം ഒരു 4:30-5 മണിയായപ്പോൾ കർണാടക ബോർഡർ എത്തി. പിന്നെ വീട്ടിലെത്തിയിട്ട് അധികം ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, മഴയായിരുന്നു. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആയിട്ടോ. ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേയിലെ ഇഫ്താർ നമ്മൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. അതുകൂടാണ്ട് നെയ്ബേഴ്സും കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഫ്താറിന് സ്നാക്സിന്. അപ്പോൾ അങ്ങനെയായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഡേ ഇഫ്താർ. ഇത് സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം താഴെ അവിടെ കുലുക്കി സർവത്തിൻ്റെ കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഓരോന്നും ട്രൈ ചെയ്യുന്നതാണ്. അത്ര ചൂടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും നോമ്പ് തുറന്ന ഉടനെ തന്നെ ഹോട്ടലിൽ പോകുമെന്ന് വിചാരിക്കും. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് താഴെ തന്നെ ഒരു ഷോപ്സൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് കഴിക്കണേ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് അവൽ മിൽക്കാണ്. അവൽ മിൽക്കും കുലുക്കി സർവത്താണ് കഴിച്ചത്. പിന്നെ ഡേ ടൈം പറയുകയാണെങ്കിൽ കൂടുതൽ നിസ്കാരം പിന്നെ ഖുറാനൊക്കെയാണ്. ഫസ്റ്റ് ഒരു 10 ദിവസമായിട്ട് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഒന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നും തോന്നിയില്ലായിരുന്നു. സമയത്തിന് മാത്രം പോയി ഫുഡ് ഉണ്ടാക്കൽ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ദിവസം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇഫ്താർ കഴിഞ്ഞിട്ട്, അതായത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഐഡിയലിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. മാംഗ്ലൂരിൽ എല്ലാവർക്കും അത് ചിലപ്പോൾ അറിയാമായിരിക്കും. മാംഗ്ലൂരിൽ ഐഡിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നല്ല പാടാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ദാഹമാണ്. ഏറ്റവും കൂടുതൽ നോമ്പും കൂടെ ആകുമ്പോൾ ശരിക്കും ടയർഡാവും. പിന്നെ അപ്പോൾ അങ്ങനെ ലസ്സി കുടിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ ലസ്സി ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ലസ്സീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ കേരള പുട്ട് ഐസ്ക്രീം എന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ തന്നെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാശി അലുവ വിത്ത് ഐസ്ക്രീം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് സാധാരണ നോർമൽ ലസ്സിയാണ്. അത് ലസ്സി തന്നെ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. ഇത് ചോക്ലേറ്റ് ലസ്സിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ലസ്സി. പിന്നെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. പിന്നെ സയാൻ ഓർഡർ ചെയ്തതാണ് ചിക്കു സ്മൂത്തിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ചോക്കവും സിറപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തത് നല്ല ടേസ്റ്റ്. എനിക്ക് കാഴ്ചയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. അത് ഞങ്ങൾ താമസിക്കുന്ന ദർലാക്കട്ടയുടെ മെയിൻ ജംഗ്ഷൻ. ഒരുപാട് കടകളുണ്ട്. രാത്രി ഇപ്പോൾ ഈ ഒരു റമദാൻ ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരിക്കാറുണ്ട്. പിന്നെ വീട്ടിലെത്തി ഇത് സയാന് ഇപ്പോൾ ഫുൾ ടൈം കളിയാണ് കേട്ടോ. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, 10-15 പിള്ളേരുണ്ട്. ഈ ഒരു ഫ്ലോറിൽ തന്നെ 2-3 ഫ്ലോറിലായിട്ട് നിറച്ച് പിള്ളേരാണ്. അപ്പോൾ ഏത് നേരം നല്ല കളിയാണ്. തൃശ്ശൂർ ഫുൾ ടൈം ഫ്രീ ആയിട്ടിരുന്ന ആൾ ഇവിടെ ഫുൾ എൻഗേജ്ഡ് ആണ്. നോമ്പും കൂടെയാണ്. പിന്നെ നമ്മളൊരു ദിവസം ഒരു ഹോളിഡേ വിഷുവിൻ്റെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. വിഷുവിൻ്റെ അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാർ എടുത്തിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ. അതുവരെയും കാർ എടുത്തിട്ടില്ല. ഒരു 10-12 ദിവസമായിട്ട് കാർ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കാർ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്കലായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു റൈഡ് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ കോളേജിൻ്റെ ഒരു സൈഡിലോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഉള്ളിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു ടൗൺ പോലെയാണെങ്കിലും ആ ഒരു സൈഡ് ശരിക്കും ഒരു റൂറൽ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം.
അപ്പോൾ ഇതാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കോളേജ്, PA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാംഗ്ലൂർ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോവുകയും ചെയ്യാം കേട്ടോ. ഇത് വേറൊരു വഴിയാണ്, ഇടുങ്ങിയ വഴികൾ, ഷോർട്ട് കട്ടിൽ കൂടെ പോവാം കേട്ടോ. ഈ വഴികളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പച്ചപ്പും അങ്ങനത്തെ ഇടുങ്ങിയ റോളർ കോസ്റ്ററിൽ പോണ പോലെയൊക്കെ ആയിരിക്കും ചില വഴികൾ, കയറ്റവും ഇറക്കമൊക്കെ. അപ്പോൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു റൈഡ്. ഞങ്ങൾ ഉള്ളപ്പോഴും ചില സമയത്ത് ഈ ഒരു സ്ഥലത്തൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആപ്പിൾ മാർട്ട് എന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വെജിറ്റബിൾസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെയിൻ ജംഗ്ഷനിൽ പോയിട്ട് വെജിറ്റബിൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ട് ഓപ്പോസിറ്റിലുള്ള ഒരു ഹോസ്പിറ്റലാണ് കനച്ചൂർ. ഇവിടെ നിറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് പോകുമ്പോഴും നിറച്ചും ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജസാണ്. മെഡിക്കൽ ഹബ്ബാണല്ലോ മാംഗ്ലൂർ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണിക്കാം. അപ്പോൾ ഫ്ലാറ്റിലേക്ക് ഇത് കഴിഞ്ഞ് പർച്ചേസ് കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഞാൻ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇത് ഞാനൊരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു മസാലക്കഞ്ഞി ഉണ്ടാക്കിയതാണ്. പച്ചരിയും തേങ്ങാപ്പാലും കുറേ ഒക്കെ വെച്ചിട്ടൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഞാനത് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ വൈകിട്ടൊക്കെ ആകുമ്പോൾ ചൂട് കൊണ്ട് ഭയങ്കര ടയേർഡാവുന്നു. വൈകിട്ട് 4 മണിക്കാണ് ഞാൻ കിച്ചണിൽ കയറാറുള്ളത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ടയേർഡാവണതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ജസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ തന്നെ വെക്കുന്നതായിരിക്കും എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ ഒരുപാട് മലബാർ സ്നാക്സൊക്കെ ഉണ്ടാക്കി. ചില സമയത്ത് ഇതേപോലെ ഞാൻ ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസും ഇങ്ങനത്തെ ഫ്രൈസൊക്കെ ഇങ്ങനെ പൊട്ടറ്റോ ഫ്രൈസൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മടി തോന്നുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇത് നല്ല രസമാണ്. ഇത് ഇമോജിയുടെ ഫ്രൈ ആണ്. ഇത് രണ്ടും കൂടി ഒരു കോംബോ പാക്കായിട്ടെന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ജസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നത് തന്നെ. ഇതൊന്നും വലിയ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓയിലിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആ ദിവസത്തെ ഒരു ഇഫ്താറാണ് ഈ ഫ്രൈസും. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് അവർ ബാംഗ്ലൂരുകാരാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു സ്നാക്ക് വന്നു. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരപ്പം പോലെയൊക്കെ ഇരുന്നു. പിന്നെ ഈ കഞ്ഞിയും ജ്യൂസ് ഉണ്ടാവും. ജ്യൂസ് എപ്പോഴും വാട്ടർമെലൺ ജ്യൂസ് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവാറുള്ളത്. കുറച്ച് ഹെൽത്തി ആണല്ലോ, ഈ ഒരു ക്ലൈമറ്റിനും നല്ലതാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ഡേറ്റ്സും. ഇതിൻ്റെ അത്താഴത്തിന് എപ്പോഴും നമുക്ക് നാസ്ത തന്നെ ആയിരിക്കും കേട്ടോ. പലഹാരങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ പുട്ടോ അല്ലെങ്കിൽ ഇഡലിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മുട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇട്ടത്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഷോർട്സ് ആയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഫിയാണ് കേട്ടോ ഇത്. ഐഡിയുടെ ഫിൽറ്റർ കോഫി ലിക്വിഡ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതിൽ ഈസിയാണ്. ഇതിൽ പാക്കറ്റ്സ് ഉണ്ടാവും. ഈ പാക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് ചൂട് പാലും പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സുഖമാണ് കുടിക്കുമ്പോൾ തന്നെ. ഇവിടെ ബാങ്കുവിളിയൊക്കെ വളരെ നന്നായിട്ട് കേൾക്കാം. അടുത്ത് 3 പള്ളികളുണ്ട്. പിന്നെ ഈ ഒരു വ്യൂ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാംഗ്ലൂർ ഡേയ്സ്. അപ്പോൾ കാണാത്തവരൊക്കെ കാണാം. അതിലൊക്കെ ഞാൻ കറക്റ്റ് വീടും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിലിടുന്നത്. ഞാൻ വീഡിയോസൊന്നും വേറൊന്നും എടുത്തില്ല, റെസിപ്പി വീഡിയോസ് അങ്ങനെ ഒന്നും എടുത്തില്ല. ഒരു പിസ്സയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ കാണാം. അപ്പോൾ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ മാംഗ്ലൂരിൻ്റെ ഫുഡ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.
2-3 റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകാനുണ്ട്. നോമ്പായതുകൊണ്ടാണ് പിന്നെ കൂടുതൽ ഫുഡ് വീഡിയോസൊന്നും ചെയ്യാത്തത്. ഇതിൽ ഫുള്ള് ഫുഡാണ്. എന്തായാലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റോറൻറ്റ്സിൽ പോയി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വന്നതായിരിക്കും. പിന്നെ വെള്ളിയാഴ്ച ഇവിടെ ജുമാക്ക് പോകട്ടോ. ജുമാക്ക് മലയാളം പ്രസംഗമാണ്. അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റമദാൻ എല്ലാവർക്കും നല്ലൊരു റമദാൻ ആയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.